ഒരുപാട് ക്രിക്കറ്റും ഫുട്ബോളും ഇന്റർനാഷണൽ മാച്ചസിന് വേദിയായിട്ടുള്ള കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം അതിന്റെ ഭാവി എന്നുള്ളത് വലിയ അനിശ്ചിതത്വത്തിൽ നിൽക്കുക. ഞാൻ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ ശ്രീ ചന്ദ്രൻപിള്ള അവർക്ക് ഒരു കത്ത് ഇന്ന് രാവിലെ നൽകിയിട്ടുണ്ട്. ആ കത്തിന്റെ പകർപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കരാറിൽ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ കായിക കേരളത്തിന് വലിയ താല്പര്യമുണ്ട്. ഇത് പറയാനുള്ള കാരണം, ഒരു ഷെയ്ഡി ഡീൽ ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. മെസ്സി വരുന്നു എന്ന് പറഞ്ഞ് കുറെ നാളായി ചർച്ച നടക്കുന്നു. എല്ലാ ആളുകളും അതിന് അനുകൂലമായിരുന്നു. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും മെസ്സിയുടെ വരവിനെ കാത്ത് ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ്. അത് ഇന്ന് വരും നാളെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും നിന്നത്. പക്ഷെ ഒടുവിൽ മെസ്സി വരുന്നില്ല എന്നുള്ള വാർത്തയും പുറത്തു വരും. ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള, പ്രത്യേകിച്ച് അർജന്റീന പോലെ, കേരളം ലോകകപ്പ് കളിക്കുന്ന നിലവാരത്തിലായിട്ടില്ല, ഇന്ത്യ ലോകകപ്പ് കളിക്കുന്ന നിലവാരത്തിലായിട്ടില്ല. മെസ്സിയുടെ അർജന്റീനിയൻ ഫുട്ബോൾ ക്ലബിന്റെ ടീം വരുമ്പോൾ ഇതിന് പാലിക്കേണ്ട ഒരു പ്രോട്ടോകോളുകളും പാലിച്ചിട്ടില്ല. ഇപ്പൊ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ആർക്കും ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഞാൻ കേരള ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ നവാസ് മീരാനുമായി സംസാരിച്ചു. അദ്ദേഹത്തിന് യാതൊരു ഔദ്യോഗികമായ അറിയിപ്പും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഇന്റർനാഷണൽ ലെവൽ മാച്ച് നടക്കുമ്പോൾ, ഇത്രയും തയ്യാറെടുപ്പുകൾ വേണ്ടുന്ന ഒരു മാച്ച് നടക്കുമ്പോൾ, അതിന്റെ ഫുട്ബോളിന്റെ യാതൊരു പ്രോട്ടോകോളുകളും പാലിക്കാതെ ഇതൊരു സ്പോർട്ടിംഗ് ഇവന്റ് എന്നതിനപ്പുറമായി ഒരു ബിസിനസ് ഡീലായി ചില ആളുകൾ കാണാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ സർക്കാരിന്റെ റോൾ എന്താണ് ഇതിൽ? സർക്കാർ എന്താണ് ഇതിൽ ചെയ്തിട്ടുള്ളത്? ഇപ്പോ സ്പോർട്സ് ഫൗണ്ടേഷൻ, കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ ഈ സ്പോൺസറുമായി എന്തെങ്കിലും തരത്തിലുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? എന്താണ് ആ കരാർ? ഇതിന്റെ ഓണർഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ വരുന്നു. ഇതിന്റെ മുന്നോട്ട് ഈ മാച്ച് കഴിഞ്ഞാലും അടുത്ത ഘട്ടങ്ങളിലും ഈ സ്റ്റേഡിയത്തില് ഈ സ്പോൺസറുടെ റോൾ എന്താണ്? ഇതെല്ലാം കായിക കേരളം വലിയ കൗതുകത്തോടു കൂടി നോക്കിക്കാണുന്ന ചോദ്യങ്ങളാണ്. ഞാനപ്പോ ഒരു ചോദ്യാവലി ബഹുമാനപ്പെട്ട GCDA ചെയർമാന് നൽകിയിട്ടുണ്ട്. എന്ത് സ്പോർട്സ് എക്സ്പെർട്ടീസാണ്, എന്ത് പ്രാഗൽഭ്യമാണ് ഈ കമ്പനികൾക്ക് ഈ നിർമ്മാണ പദ്ധതികൾ നടത്താനുള്ളത്?